ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ആറാമത്തെ നോമ്പാണ്. നോമ്പ് തുറക്കുമ്പോഴത്തേന് ഇതാക്കണം, ഷമാമ് ജ്യൂസ് അടിക്കാൻ ചെത്താണ്. അതുപോലെ ഇന്നത്തെ ഇത് പുട്ടും ചിക്കൻ കറിയാണ്. അതിന് പുട്ടയ്ക്ക് തേങ്ങ ചേരണ്ടട്ടെ. അപ്പോൾ ഓരോന്നുണ്ടാക്കണം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുട്ടയ്ക്ക് തേങ്ങ ചിരണ്ടിയാണ്. ചിരണ്ടുമ്പോൾ ഒന്നായിട്ട് ചിരണ്ടി വെക്കുക. ഇത്ര തേങ്ങയൊന്നും ഇതിന് ആവശ്യമില്ല, എന്നാലും ചിരണ്ടി വെക്കുക. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കണത് കാണാം. അപ്പോൾ നമ്മൾ ഷമാമ് പാലൊക്കെ ഒഴിച്ച് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് വെക്കാൻ അടുപ്പ് കത്തിക്കുകയാണ്. നമ്മളെല്ലാ പണി കഴിയുമ്പോഴത്തേനും അപ്പോൾ നമ്മൾ അടുപ്പ് എല്ലാം കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനിക്ക് ചോറ് വെള്ളം വെക്കാം. ഇനി അതങ്ങനെ തിളക്കുമ്പോൾ അരി ഇട്ടെടുത്താൽ അതെല്ലാ പണിയും കഴിയുമ്പോഴത്തേന് അങ്ങനെ ആയിക്കോളും. അടുപ്പിൽ ഗൈസ് മെച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളി നോക്കി ഇഞ്ചും കാട്ടി വലിപ്പമുള്ളത്. അപ്പം നമുക്ക് കുറച്ച് വറ്റും പൊടിയും കൂടി കൂട്ടിയടിച്ച് കാണാണ്. പുട്ടും പൊടി ഉണ്ടാക്കുന്നത് അതിന് ക്ലിയർ കൂട്ടിയില്ല. വറ്റിട്ടെടുത്ത് കുറച്ച് പൊടിയും കൂട്ടി മിക്സിയിലൊന്ന് കറക്കിയാൽ നല്ല പുട്ടുപൊടിയായി കിട്ടും. ആ പുട്ടുണ്ടാക്കാൻ തൂക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുട്ടിൽ തേങ്ങ ഇടുന്ന മാതിരി എന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതേമാതിരി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ എല്ലാവർക്കും അറിയണ ആവുമല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒരു തേങ്ങ ഇട്ട് പുട്ടുപൊടി ഇട്ട് കാണാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് പുട്ടിന് ആവി കയറണുള്ളൂ. ഇപ്പം ഇതിൽ തൂക്കിൽ വെള്ളം തിളക്കണുള്ളൂ. വെള്ളം തിളച്ചിട്ട് നമുക്ക് വേസ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും തൂക്ക് വെക്കുക, കുറ്റുക. അപ്പം ഇങ്ങോട്ടെ ഓക്കെ. അപ്പോൾ നമുക്ക് ബത്തക്കയാണ് പതിവ് പോലെ തന്നെ. നമ്മളെ ബത്തക്ക നല്ല കളറൊക്കെ ഉണ്ട്. മധുരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചായിട്ട് കുച്ചി ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ വാങ്ങിയ ബത്തക്ക തീരെ മധുരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ
ചെറിയൊരു പീസ് എടുക്കുന്നുള്ളൂ. തീരെ മധുരമല്ലായിരുന്നു ഇങ്ങനത്തെ ബത്തക്ക. ചുവക്കന്നെ മാറ്റമുണ്ട്, രുചി മാറ്റമുണ്ട്. നല്ല ഇപ്പം ഇത്ര മതി. അല്ലാഞ്ഞാൽ മധുരമില്ലാഞ്ഞാൽ മധുരം ഉണ്ടല്ലോ എന്നറിയില്ലല്ലോ. അപ്പോൾ മധുരമില്ലാഞ്ഞാൽ ആരും തിന്നില്ല. മധുരമില്ലെങ്കിൽ നാളെ ജ്യൂസ് അടിക്കും ചെയ്യാം. ഇപ്പോൾ കുറച്ച് മാത്രം മുറിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം തളിച്ചിട്ടുണ്ട്. ചോറിനുള്ള അരിട്ട് കൊടുക്കാം. ഇപ്പോൾ അരിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലോണം തിളക്കട്ടെ. ഒരു 2 മണിക്കൂർ എന്തായാലും അരി വെന്ത് കിട്ടാനാവുന്നുണ്ട്. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അതങ്ങനെ തിളക്കട്ടെ. ഇപ്പോൾ വലിയൊരു കൊള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുട്ട് ആവി കയറിന് പുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചായി ആവി കയറുന്നുണ്ട്. ഇപ്പം നമ്മളെ ഈ പുട്ടും പരിപാടി കഴിഞ്ഞ് ചായ ഇവിടെ തളിച്ചിട്ടുണ്ട്. നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറിയാണ്. അപ്പം അതിക്ക് ഉള്ളി തൂമ്പിക്കാണ്. അടുക്കളൻ്റെ ഈ മൂലയിലായിട്ട് ഇതില്ല. അടുക്കള വലിയ ക്ലിയറില്ല. ഉള്ളി തോമ്പിക്കാണ് കറിയിൽ വയ്ക്കാനുള്ള ഇത്. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ റെഡിയായി. ഇനി നോമ്പ് തുറക്കാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്ന് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം, വെള്ളം, ബത്തക്ക, നാരങ്ങ വെള്ളം, ഷമാമ് ജ്യൂസ്, പുട്ട്, ചായ. അപ്പോൾ ഇതാ പുട്ടിക്ക് ചിക്കൻ കറി. അപ്പം എത്രയാണ് നമുക്കിന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. അപ്പോൾ സമയം 4:45. നമ്മൾ അത്താഴത്തിന് എണീറ്റതാണ്. ഇന്ന് അത്താഴത്തിനുള്ളത് ചോറ്, പപ്പടം, ചിക്കൻ പൊരിച്ചത്, തക്കാളിക്കറി, വെള്ളം. ചായ പറ്റാത്തതാണ് വെള്ളം. അപ്പോൾ നമ്മളെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.